ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഫുൾ ക്ലീനിങ് ഓഫ് അടുക്കള വേണമെന്ന്. ബട്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഐ ഡോണ്ട് ഡു ഇറ്റ് ഓൺ എ സിംഗിൾ ഡേ. ഞാനൊരു ഫുൾ ഡേ മൊത്തം ഇരുന്നിട്ട് അടുക്കള വൃത്തിയാക്കാറില്ല. ഐ ഡു പാർട്ട് ക്ലീനിങ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ട് ക്ലീനിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു ഷാമാസ് കോർണർ. ഞാൻ ഷാമ, ബാംഗ്ലൂരിലാണ് താമസം, ഹോം മേക്കറാണ്. അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങാമല്ലേ. അപ്പോൾ അടുക്കള നമ്മളാദ്യം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവാലിയൊക്കെ ആയതുകൊണ്ട് നല്ല കുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുക്കള ഫുൾ ലൈക്ക് ഗ്രീസി ആയിട്ട് തോന്നുകയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കാണുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അത് കാൻസയുടെ പ്ലേറ്റാണ്. അത് നോർമലി ഇവിടെ എല്ലാവരും കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല, കാരണം ആർക്കും തികയില്ലല്ലോ, ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ബാക്കി 3 പ്ലേറ്റ് വരുമ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഡിന്നർ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുവരെ ഡെക്കോറായിട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഇന്നത്തെ നമ്മുടെ മേജർ പണി ഈ ഡ്രോകളും കബേർഡ്സിൻ്റെ ഒക്കെ പുറമേ ഒന്ന് വൃത്തിയാക്കണം. കാരണം എന്താ വെച്ചാൽ ഒബ്വിയസ്ലി ദിവാലിയാണ്, നല്ല കുക്കിംഗ് ആയിരുന്നു ലാസ്റ്റ് 3 days ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അത് കൂടി ഒരു പാടും ചൂട്ട് പോലെ കിടക്കണ പോലെ തോന്നുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഡ്രോൻ്റെ പുറത്ത് വൃത്തിയാക്കാം ഇന്ന്. അത് കഴിഞ്ഞ് ഒരു ദിവസം നമുക്ക് ഡ്രോൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാം. ഐ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഐ ടേക്ക് ഇറ്റ് വൺ അറ്റ് എ ടൈം. എനിക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് മാത്രമല്ലല്ലോ, ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇത് നടക്കണം ഒപ്പം. അതുകൊണ്ട് ഞാൻ പാർട്ടായിട്ടാണ് ക്ലീനിങ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം എടുത്തത് ഡ്രോസും കബേർഡ്സിൻ്റെ ഒക്കെ പുറത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. നെക്സ്റ്റ് ഡേ നമുക്ക് ഡ്രോൻ്റെ ഉള്ളിൽ ടാക്കിൾ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ക്ലീനിങ് വീഡിയോസ് ഇടുന്ന വീഡിയോസിലെല്ലാം എല്ലാവരും പറയുന്നുണ്ട് മാസ്ക് ഇടാനോ അല്ലാതെ എനിക്ക് കുറച്ച് 2-3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. നനഞ്ഞ തോർത്ത് കെട്ടിയിട്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് സഫിക്കേഷൻ ഉണ്ടാവില്ല, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ മെസ്സേജ് ഞാൻ കണ്ടിട്ടേ, ഇന്നലെ രാത്രിയാണ് ആ മെസ്സേജ് ഞാൻ കണ്ടത്. അപ്പോഴേക്ക് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിരുന്നു. ബട്ട് ഐ വിൽ ട്രൈ ദാറ്റ്. എനിക്ക് പക്ഷേ ആക്ച്വലി പേഴ്സണലി പറയുകയാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഫൈൻഡ് എ പ്രോബ്ലം ഇൻ ക്ലീനിങ് ലൈക്ക് ദിസ്. എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാനാണ് ഇഷ്ടം. എനിക്കങ്ങനെ ഡസ്റ്റ് എലർജി ഉണ്ട്, ബട്ട് എക്സ്ട്രീം ഡസ്റ്റ് എലർജി ഉള്ളൂ. എക്സ്ട്രീമായിട്ട് ഡസ്റ്റ് ഉണ്ടാകുമ്പോഴേ എലർജി ഉള്ളൂ. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. ബട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ലൈക്ക് മാറാലൊക്കെ തട്ടുന്ന സമയത്ത് ഐ വിൽ മേക്ക് ഷുവർ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യാം. മാസ്ക് ഇടേ, നനഞ്ഞ തോർത്തിടേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഐ വിൽ ട്രൈ ഇറ്റ്. അതിൽ ഞാൻ മേക്ക് ഷുവർ ചെയ്യാം. അല്ലാതെ നോർമൽ ഡേ ടു ഡേ ക്ലീനിങ്ങിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ ടു പുട്ട് സംതിങ്. ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് അടുക്കളയിൽ വരും, പെട്ടെന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെ ഒരാളെ പ്രിപ്പയർഡായിട്ട് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. അതുകൊണ്ടാണ് അത് കുറച്ച് പ്രോബ്ലം. എനിവേസ് വർത്തമാനത്തിൽ നമ്മുടെ കിച്ചൺ കബേർഡ്സും ക്യാബിനറ്റ്സിൻ്റെ മൊത്തം ക്ലീനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീക്കിലെടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് 1 day എടുത്ത ക്ലിപ്പല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ബാൽക്കണി വൃത്തിയാക്കി നമ്മുടെ ബെഡ്റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെഡ്റൂം ഇസ് ലൈക്ക് നോർമൽ മോണോട്ടോണസ് ജോബ് തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ ബെഡ്റൂമും ലിവിങ് റൂമും ഒക്കെ വൃത്തിയാക്കണം. പക്ഷേ ബെഡ്റൂം ഇപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച് ഈ ലാസ്റ്റ് 3-4 days ആയിട്ട് വൃത്തിയാക്കണമെന്ന് വെച്ചാൽ ഞാൻ എല്ലാ പണിയുടെ മുമ്പേ ബെഡ്റൂം ആദ്യം വൃത്തിയാക്കും. കാരണം ഇപ്പോൾ ഫെസ്റ്റിവൽസാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരും, നെയ്ബേഴ്സ് വരും, സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും വരും, നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റൂമോ ലിവിങ് റൂമോ മെസ്സായിട്ട് ഇരിക്കുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ആർക്കും ഭക്ഷണം കൊടുത്തോ ഇല്ല, ആദ്യം ഞാൻ രാവിലെ നീട്ടോടനെ എല്ലാ റൂമും വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പഠിക്കണം നടക്കുക. പിന്നെ നേരത്തെ നീക്കുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അത്ര പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാൻ ലേറ്റായിരുന്നു. ഈ ബെഡ്ഷീറ്റ് ഈ റൂമിൻ്റെ മാത്രം മാറ്റാത്തുള്ളൂ. അപ്പോൾ ഇത് മാറ്റി ഇവിടെ നന്നായി അടിച്ചു വാരി എടുത്തു കേട്ടോ. ലിവിങ് റൂമും നന്നായി അടിച്ചു വാരി എടുത്തു. ഒന്ന് ഒതുക്കി വെക്കുകയും ചെയ്യാം. ഒന്ന് ഒതുക്കി വെച്ചിട്ട് ലിവിങ് റൂം അത്ര വലിയ പണി, ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല. കാരണം ഇപ്പോൾ ദിവാലിയായിട്ട് നമ്മൾ അതൊക്കെ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് നോർമലി എല്ലാ ദിവസവും നമ്മൾ ചെയ്യണമല്ലോ ക്ലീനിങ് ഒന്ന്, അത് മാത്രം. പിന്നെ കുറച്ച് ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ എല്ലാവരുടെയും ടച്ചപ്പ് കൊടുത്തു അതിൻ്റെ. പിന്നെ ഈ പ്ലാന്റിനെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചു. കാരണം ഇവിടെ ആയിരുന്നു ഉരുളി വെച്ചിരുന്നത്. അത് എൻ്റെ കാല് തട്ടിയിട്ട് തന്നെ വീഴായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഉരുളിനെ സേഫായ സ്ഥലത്ത് വെച്ചു. അവിടുത്തെ പ്ലാന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ അത് തട്ടി വീഴില്ലല്ലോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള പണി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ആക്ച്വലി ഇത് വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു ഡ്രൈ ബാൽക്കണി എന്ന് പറയാം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഇരുന്ന് തുടയ്ക്കാമെന്ന് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഞാൻ എപ്പോഴും നിന്നിട്ടാണ് ഇതിൽ തുടയ്ക്കൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ആദ്യം പുറത്തെടുത്തിട്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വീണ്ടും ആ സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. ദിസ് ഈസ് ലൈക്ക് മോർ ലൈക്ക്
മെസ്സിനെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക, അങ്ങനെ ഒരു ഏരിയയാണിത്. കാരണം ഇതിൽ ഞാൻ ഒരുപാട് എസ്തറ്റിക് ഒന്നും പറ്റില്ല, കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളും ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളുമാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റോർ റൂം കൈൻഡ് ഓഫ് ഞാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, തുളസി, കരുവേപ്പിൻ്റെ എല്ലാം, അതൊക്കെ ഇവിടെയാണ്. അപ്പോൾ അതൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ആ ഏരിയ വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വൃത്തിയായി കഴിഞ്ഞാൽ എന്തൊരു സുഖമല്ലേ കാണാൻ. അപ്പോൾ ആ ഏരിയ അത്യാവശ്യം നന്നായി വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി അടുത്തത് ദിവാലി ദിവസം വൈകുന്നേരം ഞാൻ ദിയൊക്കെ അറേഞ്ച് ചെയ്യണം, ഞാനും അമ്മയും കൂടി. അന്ന് എല്ലാ ദിയാസും കത്തിക്കുമല്ലോ നമ്മൾ വീടിൻ്റെ. അപ്പോൾ ചെറിയൊരു ക്ലിപ്പ് അതിൻ്റെ ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ് ബാംഗ്ലൂരിൽ. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, നല്ല കാറ്റുമാണ്. അതിന് എനിക്ക് കാറ്റ് ചെറുതായിട്ട് പോലും ചെവിയിലടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും തലവേദന, അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ പൊതുവേ കോട്ടൺ ഇട്ട് വെക്കും. അത് ചെയ്യാത്ത ദിവസങ്ങളൊക്കെ പണിയും കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ കോട്ടൺ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ താഴത്തേക്കും പോകണം, ദിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ദിയ കത്തിക്കുക, പൂജ ചെയ്യുന്ന പരിപാടി ആദ്യം ചെയ്യാം. എന്നിട്ട് ഞാൻ ചെറിയ ക്ലിപ്സ് ഷെയർ ചെയ്യാം. ഞാൻ ദിയ കത്തിച്ചിട്ടുണ്ട്. ഇത് ബാൽക്കണിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ എല്ലാ നുക്ക് ആൻഡ് കോർണറിലും ഞാൻ ഓരോരോ ദിയ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് മെൻറ്റ് ടു ബി. എല്ലാ കോർണേഴ്സിലും ഓരോ ദിയ വെക്കണം എന്നാണ് ഞാൻ കേട്ടിരിക്കണേ. അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരോ ദിയ വെച്ചാൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ. കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു അറിയോ. അപ്പോൾ ആ പരിപാടി ചെയ്യാണ്. നിങ്ങളൊക്കെ എങ്ങനെ ദിവാലി കൊണ്ടാടിയെന്ന് പറയണം. കൊണ്ടാടാറുണ്ടോ എങ്കിൽ അതെനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ബാൽക്കണി നമുക്ക് റിപ്പയറും ചെയ്യാണ്ട് ഈ ബാൽക്കണി നമുക്ക് വൃത്തിയാക്കാനുണ്ട്. ആക്ച്വലി ബാൽക്കണിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിന് മീതെ നിന്ന് സിമെൻറ്റും അങ്ങനത്തെ ഇത് മൊത്തം താഴത്തേക്ക് വീണു. അപ്പോൾ ഓണറിനോട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. മൂപ്പർ ഇങ്ങനെ ഡിലേ ചെയ്ത് അവസാനം അതെന്താണെന്ന് വെച്ചാൽ അതൊന്നും ചെയ്തില്ല മൂപ്പർ. അപ്പോൾ അത് മൊത്തം താഴത്തേക്ക് വീണു. അപ്പോൾ അവിടെയും വൃത്തിയാക്കാണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ബാൽക്കണീനെ വൃത്തിയാക്കാം. പിന്നെ കുറേ ടൈമായിട്ടൊരു സാധനം പെൻഡിങ് ആയിരുന്നു. ഇവിടെ ഞാൻ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് കളറിനൊക്കെ പിന്നെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൃത്തിയില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് മാറ്റാം എന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഈ വാൾപേപ്പർ ഉണ്ടായിരുന്നു ബ്ലാക്ക്. അപ്പോൾ ഞാൻ അത് ഒട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാൾപേപ്പർ കുറേ വട്ടമായി ഒട്ടിക്കുന്നു. ലൈക്ക് ഐ ഹാവ് ഡൺ ഇറ്റ് എ ലോട്ട് ഓഫ് ടൈം. സോ എനിക്കിപ്പോൾ അതിൽ പ്രൂവ് ആണ്. ഞാൻ വാൾപേപ്പർ ഞാൻ ഇങ്ങനെ ഒട്ടിക്കും. അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ച് അവിടുത്തെ കുറച്ചുള്ള ചീത്തയൊക്കെ മാറ്റി ആൻഡ് കവറപ്പ് ചെയ്തു ആക്ച്വലി സ്പീക്കിംഗ്. പിന്നെ ഓരോ പ്ലാന്റുകളും പുറത്തെടുത്ത് അവിടെയൊക്കെ നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ബാൽക്കണിയിൽ ഇവിടുത്തെ ഒരു സൊസൈറ്റി റൂളാണ്, അങ്ങനെ വെള്ളമിട്ട് നമുക്ക് കഴുകാൻ പറ്റില്ല ബാൽക്കണീസ് ഒന്നും. അപ്പോൾ തുടയ്ക്കാന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഓർഗനൈസേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഓരോ പ്ലാന്റ് എടുത്ത് വേണം തുടയ്ക്കാൻ, എന്നാലാണല്ലോ വൃത്തിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര മടി കാണിച്ചിട്ട് ഈ ബാൽക്കണിയിലേക്ക് വരാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതിങ്ങോട്ട് പൊട്ടി വീണപ്പോൾ ഒരു നിവർത്തിയില്ല, അവിടെ വൃത്തിയാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് കാണാണ്ടോ അവിടെ കുറച്ചിങ്ങനെ സിമെൻറ്റിൻ്റെ വലിയ കഷ്ണങ്ങൾ പൊട്ടി വീണ് കിടക്കുന്നത്. അത് കാരണമാണ് വൃത്തിയാക്കേണ്ടി വന്നത്. അപ്പോൾ ഫൈനലി അത് കാരണം കൊണ്ട് നമ്മുടെ ബാൽക്കണി മൊത്തം വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയും ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.